ഗസ്സയിൽ റഫ അതിർത്തിക്കടുത്ത് ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ലളിതമനോഹരമായ ചെറിയ കൂടാരത്തിൽ കമാൽ മുഹമ്മദ് അൽമിസ്രി എന്ന പിതാവിന്റെ 4 പെൺകുട്ടികൾ 15നും 22 നുമിടക്ക് പ്രായമുള്ള ആ സുന്ദരികളുടെ മിടുക്കുകൂടാരത്തിന്റെ ഭംഗിയിൽ പ്രകടം. അടക്കത്തോടെ ഇരുന്നു പുഞ്ചിരിയോടെ അവർ അൽജസീറ മുബാഷിർ റിപ്പോർട്ടറോട് യുദ്ധകാലത്തെ അവരുടെ തഹഫീസ് ഖുർആൻ മനപ്പാട കഥ പറഞ്ഞുകൊടുക്കുന്നു. ഒരേ വലിപ്പമോ ചട്ടയോ ഉള്ളതല്ല അവരുടെ കയ്യിലുള്ള മുസ്ഹഫുകൾ. യുദ്ധത്തിൽ ബാക്കിയായി കയ്യിൽ കിട്ടിയവയാണ്. അവ മനോഹരമായി കാത്തുസൂക്ഷിക്കുന്നു. ഞാൻ നദ കമാൽ അൽമിസ്രി, 22 വയസ്സ്, മുഹഫിസ ലി കിതാബില്ല, ഹിഫ്സ് അധ്യാപിക. മൂത്തവൾ നദ സ്വയം പരിചയപ്പെടുത്തി. ബാക്കിയുള്ളവർ പരിചയപ്പെടുത്തുമ്പോൾ ഹാഫിസ മനപ്പാടമാക്കിയവൾ എന്നും പേരിനൊപ്പം പറയാൻ ശ്രദ്ധിച്ചു. ഖാൻ യൂനിസിലായിരുന്നു യുദ്ധത്തിൽ തകർന്ന അവരുടെ വീട്. തൂഫാൻ തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് 2023 സെപ്റ്റംബറിലാണ് ഹിഫ്സ് പൂർത്തിയാക്കിയിരുന്ന നദ അനിയത്തിമാരെയും ചുറ്റുമുള്ള കുട്ടികളെയും പഠിപ്പിക്കാൻ പിതാവിന്റെ സഹായത്തോടെ ഹിഫ്സ് കേന്ദ്രം തുടങ്ങിയത്. യുദ്ധം അവരുടെ ചുറ്റുമുണ്ടായിരുന്ന മസ്ജിദുകളും പഠനകേന്ദ്രങ്ങളുമെല്ലാം തകർത്തുവെങ്കിലും പഠനം നിന്നില്ല. താമസം കൂടാരത്തിലേക്ക് മാറി. ഖാൻ യൂനിസിൽ നിന്നും റഫയിലേക്കും തിരിച്ചും മറിച്ചുമായി 4 തവണയെങ്കിലും പലായനം. തൊട്ടടുത്ത് മിസൈലുകളും മാരക ബോംബുകളും വീഴുന്ന മാരക ശബ്ദങ്ങളും കണ്ണുതകർക്കും വെളിച്ചങ്ങളും തീനാളങ്ങളും കാതിനു താങ്ങാത്ത ആർത്തനാദങ്ങളും. അടുത്തത് തങ്ങൾക്ക് മുകളിലാവും എന്ന ഭീതിയോടെ കഴിയേണ്ടി വന്ന ട്രൗമയെക്കുറിച്ച് പറഞ്ഞു മുഴുവനാക്കാൻ കഴിയുന്നില്ല 17 വയസ്സുള്ള മൂന്നാമത്തവൾക്ക്. ബോംബുകളും കൊടും ചൂടും കൊടും തണുപ്പും ഞരമ്പുകൾ തളർന്ന ദാഹങ്ങളും എല്ലുകൾ തളർന്ന പട്ടിണിയും. ഇതിനൊക്കെയിടയിലും നദ അനുജത്തിമാരുടെ ഖുർആൻ പഠനം ശ്രദ്ധയോടെ കൊണ്ടുപോയി. ഓരോ ദിവസവും പഠിക്കുകയും റിവൈസ് ചെയ്യുകയും ചെയ്ത് യുദ്ധം തീരും മുമ്പ് മൂവരും ഖുർആൻ പഠനം തീർത്തു. ഖുർആൻ പഠനം പ്രയാസമാണെന്ന് പറയുന്നവർ ഗസ്സയെ നോക്കണം. ഞങ്ങൾ ഗസ്സക്കാർ അനുഭവിച്ചതിനേക്കാൾ വലിയ എന്തെങ്കിലും തടസ്സങ്ങൾ ഭൂമിയിൽ വരാനുണ്ടോ? സത്യത്തിൽ യുദ്ധകാല ദുരിതങ്ങൾ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ ഗ്രന്ഥം പഠിക്കുവാൻ കൂടുതൽ ശക്തി നൽകുകയായിരുന്നു. യുദ്ധകാലം പോലുള്ള ദുരന്തങ്ങളെ അതിജീവിക്കാൻ ഖുർആനോളം പോന്ന മറ്റൊന്നുമില്ലെന്ന് ടീച്ചർ ഇത്താത്ത വിവരിക്കുമ്പോൾ സ്റ്റുഡന്റസ് അനിയത്തിമാർ പുഞ്ചിരിയോടെ തലകുലുക്കുന്നു. ഖാൻ യൂനിസിലെ ഇൽഖാൻ സെന്റർ പകർന്നു നൽകിയ പഠനരീതിയാണ് നദ പിന്തുടർന്നത്. വെറും മനപ്പാഠം പഠിക്കലല്ല, വിശ്വാസം, പെരുമാറ്റം, ആയത്തുകളുടെ ചരിത്ര സന്ദർഭങ്ങൾ, പ്രവാചക ചരിത്രം, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പഠനമാണ്. ഒരു വീട്ടിൽ 4 പെൺമക്കളെയും ഹാഫിസകളായി തെരഞ്ഞെടുത്ത, അവരെ പഠിപ്പിക്കാൻ തന്നെ തെരഞ്ഞെടുത്ത അല്ലാഹുവിന്റെ അനുഗ്രഹം എടുത്തു പറയുമ്പോൾ നദയുടെ കണ്ണു നിറഞ്ഞൊഴുകുന്നു. തൊട്ടടുത്തിരിക്കുന്ന ഏറ്റവും ചെറിയ അനുജത്തി ഇത്താത്ത ടീച്ചറെ ചേർത്തുപിടിക്കുന്നു. പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഏറ്റവും വലിയ പ്രചോദനം പിതാവ് തന്നെയായിരുന്നുവെന്നു പിതാവിന് നേരെ നന്ദിയോടെ നോക്കി നദ പറയുന്നുണ്ട്. ഈ യുദ്ധക്കെടുതിക്കിടയിലും ഓരോ ഭാഗം പൂർത്തിയാക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് സമ്മാനിച്ചും മനസ്സു നിറച്ച് സന്തോഷിപ്പിച്ചും ഉപ്പകൂടെയുണ്ടാവും. അത്രയും പറഞ്ഞപ്പോഴാണ് ക്യാമറ കമാൽ മുഹമ്മദ് അൽമിസ്രിയെ കാണിക്കുന്നത്. തൂഫാൻ കമാൻഡർ ഷഹീദ് മുഹമ്മദ് ദൈഫിന്റെ കുടുംബമാണ് ഖാൻ യൂനിസിലെ അൽമിസ്രി ഗോത്രം. ഇതാണ് ഗസ. യുദ്ധക്കെടുതിക്കിടയിൽ അവിടെവിടെയായി കണ്ട ചില പിടിച്ചുപറിക്കാരും ഒറ്റുകാരും അബുഷാബാബുമൊന്നും ഗസയുടെ മുഖമല്ല. ഈ കൂടാരത്തിലെ എന്റെ ഈ കുടുംബം പോലെ അനേകം കൂടാരങ്ങൾ നിങ്ങൾക്ക് ഗസയിൽ ബാക്കിയായവരിൽ കണ്ടെത്താൻ സാധിക്കും. ഞങ്ങൾ ഗസയിൽ ജീലുൽ ഖുർആനിനെ, ഖുർആൻ തലമുറയെ വളർത്തുകയാണ്. ഗസയിൽ അധിനിവേശം സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കുവാൻ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന്റെ ഉത്തരവുമാണ് കമാൽ അൽമിസ്രിയുടെ കുടുംബം. ട്രംപിന്റെ പീസ് പദ്ധതിയിലെ ഒരൈറ്റമാണ് ഫലസ്തീന്റെ സാമൂഹ്യ പരിഷ്കരണം. ചെറുത്തുനിൽപ്പ് ചിന്ത ഇല്ലാതാക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസ സാംസ്കാരിക പദ്ധതികൾ നടപ്പാക്കലാണ് ലക്ഷ്യം. നിർഗുണ KFC പൊണ്ണത്തടികളാക്കി ഫലസ്തീനികളെയും മാറ്റുവാൻ. അതിൽ ഇതുവരെ വിജയിക്കാത്തതുകൊണ്ടാണ് മഹ്മൂദ് അബ്ബാസ് അവർക്ക് നിർഗുണനായി മാറിയത്. പക്ഷേ ഗസ്സയിൽ വളർന്നുകഴിഞ്ഞ വളർത്തിക്കൊണ്ടിരിക്കുന്ന ജീലുൽ ഖുർആനിനെ തോൽപ്പിക്കാൻ ഒരു സാത്താൻ പദ്ധതികൾക്കും സാധിക്കില്ലല്ലോ.